ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബൈനറി ഓർ അൺഫോർമാറ്റഡ് ഡാറ്റ ഫയൽസിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്, നെയിംലി fread ആൻഡ് fwrite. ഓക്കെ, fread ആൻഡ് fwrite. To read from the binary file or unformatted data file നമ്മൾ fread യൂസ് ചെയ്യും. അതുപോലെ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് fwrite യൂസ് ചെയ്യും. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബൈനറി ഫയൽസ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് കാണാൻ കഴിയില്ല, ബൈനറി ആയിട്ടാണ് അതിനകത്ത് റെക്കോർഡ് ആവുന്നത്. അപ്പം നമുക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫയൽസിനെ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഡാറ്റയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കത് കാണാം. ഓക്കെ, സോ നമുക്ക് ഇത് രണ്ടിനും വേണ്ടിയിട്ട് 4 ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത്. ഓരോ ഫംഗ്ഷൻ, ഈ freadന് 4 ആർഗ്യുമെന്റ്സ് ഉണ്ട്, fwriteനും അതുപോലെ 4 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആർഗ്യുമെന്റ്സ്? ഒന്ന് പോയിന്റർ ടു ദി ഡാറ്റ ബ്ലോക്ക്, ഏത് അതിലേക്കുള്ള പോയിന്ററാണ് ഏത് അഡ്രസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ സൈസ് ഓഫ് ദി ഡാറ്റ ബ്ലോക്ക്, രണ്ടാമത്തെ പാരാമീറ്റർ, എന്താണ് ഡാറ്റ ബ്ലോക്കിന്റെ സൈസ്. പിന്നെ നമ്പർ ഓഫ് ഡാറ്റ ബ്ലോക്സ് ബീയിങ് ട്രാൻസ്ഫേർഡ്, എത്ര ബ്ലോക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും, ഫയലിലേക്കാണെങ്കിലും തിരിച്ചാണെങ്കിലും. ഓക്കെ, ദെൻ ഫയൽ പോയിന്റർ. അപ്പം 4 ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. Pointer to the data block, size of the data block, number of data blocks being transferred, and file pointer. Okay, so we'll see. So fwrite ആദ്യം നോക്കാം. fwrite നമ്മളൊരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്, സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലോ, ആ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മളൊരു ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രക്ചറിൻ്റെ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അതിനകത്ത് ഉണ്ടാവില്ല, അതിനെ ഒരു ബ്ലോക്കായിട്ട് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ fwrite ബ്രാക്കറ്റിൽ നോക്കിക്കേ, അഡ്രസ് ഓഫ് struct _ var. അപ്പം സ്ട്രക്ചറിന്റെ വേരിയബിൾ, എനിക്ക് റൈറ്റ് ചെയ്യേണ്ട ആ വേരിയബിൾ ആണിത്. ഓക്കെ, റൈറ്റ് ചെയ്യേണ്ട വാല്യൂസ്, ആ റൈറ്റ് ചെയ്യേണ്ട വാല്യൂസ് എന്താണ്? struct _ വേരിയബിൾ എന്നാണ് അതിന്റെ പേര്. അതിന്റെ പോയിന്റർ അല്ലേ. ആദ്യം പറഞ്ഞ എന്താണ്, ആദ്യത്തെ പാരാമീറ്റർ എന്താണെന്നാ പറഞ്ഞത്? പോയിന്റർ ടു ദി ഡാറ്റ ബ്ലോക്ക് എന്നാണ്. അപ്പൊ അതിന്റെ കേട്ടോ അഡ്രസ് ഓഫ് struct _ വേരിയബിൾ. അപ്പൊ ആ അഡ്രസ് ആണ് പോകുന്നത്, അതായത് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ്, അതിലേക്കുള്ള ഒരു പോയിന്റർ ആണ്. ഓക്കെ, ദെൻ സൈസ് ഓഫ് struct ടൈപ്പ്, അതിന്റെ ആ ഒരു ഇതിന്റെ ടൈപ്പ്, അതിന്റെ സൈസ് അല്ലെ. സൈസ് ഓഫ് എന്ന് പറയുന്നത് അതിന്റെ എത്ര ബൈറ്റ്സ് ആണ് അത് കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന് എത്ര ബൈറ്റ്സ് ഉണ്ടോ അത്രയുമാണ് നമ്മൾ ഇവിടെ വരുന്നത്. പിന്നെ നമ്പർ ഓഫ് ബ്ലോക്സ്. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ ബ്ലോക്ക് ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫയൽ പോയിന്റർ. ഓക്കെ, ഫയൽ പോയിന്റർ fpt എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര്. സോ ഇതാണ് 4 പാരാമീറ്റേഴ്സ്. ഒന്ന് അതിന്റെ പോയിന്റർ, ഡാറ്റ ബ്ലോക്കിലേക്കുള്ള പോയിന്റർ. രണ്ടാമത്തത് അതിൻ്റെക്കുള്ള സൈസ്, സ്ട്രക്ചർ ടൈപ്പിന്റെ ആ ടൈപ്പിന്റെ സൈസ്. പിന്നെ എത്ര ബ്ലോക്ക്, 1, and file pointer. So now it is used to write the block of data to unformatted file. Okay, ഈ ബ്ലോക്ക് ഓഫ് ഡാറ്റയെ നമ്മൾ ഒരു അൺഫോർമാറ്റഡ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, struct _ വേരിയബിൾ, ഇവിടെ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ struct _ വേരിയബിൾ വിൽ ബി റിട്ടേൺ ടു ദ ഫയൽ അസോസിയേറ്റഡ് വിത്ത് fpt. ഈ ഫയൽ പോയിന്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിലേക്ക് ഈ വേരിയബിളിന് കറസ്പോണ്ടിങ് ഉള്ള വാല്യൂസിന് റൈറ്റ് ചെയ്യും. ഓക്കെ, ആസ് എ സിംഗിൾ ബ്ലോക്ക്, ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട്. ഓക്കെ, ആ ബ്ലോക്കിന്റെ സൈസ് എത്രയാണ്? ഇതാണ് സൈസ്. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. അപ്പം നമുക്കിതൊരു അൺഫോർമാറ്റഡ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് റൈറ്റ് ചെയ്യുക? എവിടേക്കാണ് റൈറ്റ് ചെയ്യുക? ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ് ചെയ്യുന്നത്? ഇതാണ് റൈറ്റ് ചെയ്യുന്നത്. ആ റൈറ്റ് ചെയ്യുന്നത് എൻ്റെ ബ്ലോക്കിന്റെ സൈസ് എത്രയാണ്? ഇത്രയാണ് സൈസ്. അതൊരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് റൈറ്റ് ചെയ്യുന്നു.
ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം ജനറൽ ഫോം ഓഫ് എഫ് റീഡ് നമ്മൾ എഫ് റൈറ്റ് ആണ് കണ്ടത്. ഇനി എഫ് റീഡിൻ്റെ സിമിലർ 4 പാരാമീറ്റേഴ്സ് ആണ്. ആദ്യത്തേത് പോയിന്റർ, ഡാറ്റ ബ്ലോക്കിലേക്കുള്ള പോയിന്റർ, രണ്ടാമത്തത് സൈസ്, മൂന്നാമത്തത് എത്ര ബ്ലോക്ക്, അടുത്തത് ഫയൽ പോയിന്റർ. ഓക്കെ, അപ്പം യൂസ് ടു റീഡ് ഏതിൽ നിന്നാണ് റീഡ് ചെയ്യുക? ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിൽ നിന്ന്. പിന്നെ അപ്പോൾ റീഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് കോപ്പി ചെയ്യുക? അതാണ്ട് ഈ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യും, ഈ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യും. ആ റീഡ് ചെയ്യുന്ന ബ്ലോക്കിന്റെ സൈസ് എത്രയാണ്? ഇതാണ്ട് ഈ സൈസാണ്. ഓക്കെ, സിംഗിൾ ബ്ലോക്ക് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചർ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ആ സ്ട്രക്ചറിൻ്റെ അകത്ത് അതിൻ്റെ പേര് അക്കൗണ്ട് എന്നാണ് സ്ട്രക്ചറിൻ്റെത്. ടൈപ്പ് ഡെഫ് വെച്ച് ഞാൻ ആ ടൈപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 4 മെമ്പേഴ്സാണ് ഉള്ളത്. ഒന്ന് അക്കൗണ്ട് നമ്പർ, ഒന്ന് അക്കൗണ്ട് ടൈപ്പ്, നെയിം, ബാലൻസ്. അങ്ങനെ 4 ടൈപ്പാണുള്ളത്. ഓക്കെ, 4 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമർ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് വാല്യൂസ് ഉണ്ടെന്ന്, ഇതാണ് അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ വേരിയബിളിൻ്റെയും പേര്. അപ്പോൾ അതിനകത്ത് സം വാല്യൂസ് ദെയർ, യു അസ്യൂം ദാറ്റ്. ഓക്കെ, സോ ഞാനത് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. എഫ് റൈറ്റ് ആംപർസെൻറ്റ് കസ്റ്റമർ. ഇപ്പോൾ എൻ്റെ വാല്യൂസ് ഇതിലല്ലേ ഉള്ളത്, കസ്റ്റമറിലാണുള്ളത്. അപ്പോൾ ആംപർസെൻറ്റ് കസ്റ്റമർ, എന്താണ് അതിൻ്റെ സൈസ് ഓഫ് അക്കൗണ്ട്. എൻ്റെ അക്കൗണ്ട് എന്നല്ലേ ആ ടൈപ്പിൻ്റെ പേര്. അപ്പം സൈസ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഇനി സിംഗിൾ ബ്ലോക്ക് ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. നൗ ഫയൽ പോയിന്റർ ഏതാണോ ഫയലിൽ പോയിന്റ് ചെയ്യുന്നത് അതിൻ്റെ ഫയൽ പോയിന്റർ ഞാൻ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് ദ സ്ട്രക്ചർ വേരിയബിൾ കസ്റ്റമറിൽ എന്താണോ വാല്യൂസ് ഉള്ളത് ആ വാല്യൂ വിൽ ബി റിട്ടേൺ ടു ദ ഫയൽ അസോസിയേറ്റഡ് വിത്ത് FPT. ഈ FPT ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. ആസ് എ സിംഗിൾ ബ്ലോക്ക് ഓഫ് സൈസ്, ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട്. അതിൻ്റെ സൈസ് എത്രയാണ്? ഇതിൻ്റെ സൈസ്, അക്കൗണ്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 80, 83, 4, 87. സോ 87 ബൈറ്റ്സ് ഉള്ള ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് ഇതിനെ റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇനി തിരിച്ച് റീഡ് ചെയ്യണമെങ്കിൽ എഫ് റീഡ് ആംപർസെൻറ്റ് കസ്റ്റമർ സൈസ് ഓഫ് അക്കൗണ്ട് 1 FPT. അപ്പോൾ ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ആ ഫയലിൽ നിന്നും റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് എങ്ങോട്ടാ സേവ് ചെയ്യുക? ആ റീഡ് ചെയ്യുന്ന ആ സിംഗിൾ ബ്ലോക്കിനെ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. കസ്റ്റമർ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്, അതിലേക്ക് സ്റ്റോർ ചെയ്യും. അതിൻ്റെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ്? അക്കൗണ്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 87 ബൈറ്റ്സ് ആയിട്ടുള്ള അതിനെ ആ ബ്ലോക്കിനെ റീഡ് ചെയ്തിട്ട് കസ്റ്റമറിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി കസ്റ്റമറിൽ ആ വാല്യൂ ഉണ്ട്, ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്ത വാല്യൂ ഉണ്ട്, അത് യൂസ് ചെയ്യാം താഴോട്ട്. So the data block of size 87 which contains the data of structure of type account will be read from file associated with file pointer and will be assigned to customer. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എഫ് റൈറ്റും എഫ് റീഡും യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, മെയിൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫയൽ പോയിന്ററിൻ്റെ വേണം, നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് വേണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അക്കൗണ്ട്, അതിൻ്റെ 2 വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഒന്ന് റൈറ്റ് ചെയ്യാനും ഒന്ന് റീഡ് ചെയ്യാനും വേണ്ടിയിട്ട്. ഒന്ന് മതി, പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ 2 എണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമറും കസ്റ്റം. ഓക്കെ, ഒരെണ്ണം റൈറ്റ് ചെയ്യാൻ, ഒരെണ്ണം റീഡ് ചെയ്യാൻ. സോ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, എഫ് ഓപ്പൺ test.txt ഫയൽ ഓപ്പൺ ചെയ്തു. റൈറ്റ് പ്ലസ് W+ മോഡിൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, W+ മോഡിൽ, അതായത് റൈറ്റ് ചെയ്യുകയും റീഡ് ചെയ്യുകയും ചെയ്യാം എന്നർത്ഥം അല്ലേ. അപ്പം എൻ്റർ അക്കൗണ്ട് നമ്പർ, ഞാൻ അക്കൗണ്ട് നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുകയാണ്. അക്കൗണ്ട് ടൈപ്പ് ഞാൻ റീഡ് ചെയ്യുന്നു. നെയിം ഓഫ് ദ കസ്റ്റമർ റീഡ് ചെയ്യുന്നു. ബാലൻസ് ഞാൻ റീഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഫീൽഡുകളും ഈ സ്ട്രക്ചറിലുള്ള വാല്യൂസിനെ ഞാൻ റീഡ് ചെയ്യാൻ, കസ്റ്റമർ ഡോട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഡോട്ട് അക്കൗണ്ട് നമ്പർ, ഇവിടെ ആംപർസൺ ഉണ്ട്, കസ്റ്റമർ ഡോട്ട് അക്കൗണ്ട് ടൈപ്പ് ആംപർസൺ ഉണ്ട്, കസ്റ്റമർ ഡോട്ട് നെയിം, പക്ഷെ അത് ക്യാരക്ടർ ടൈപ്പ് അറേ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആംപർസെൻറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ,
Now customer.balance. ഞാൻ customer.balance ഞാൻ റീഡ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഞാൻ എല്ലാ വാല്യൂസും റീഡ് ചെയ്യുന്നു. ഇനി എനിക്ക് ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. fwrite ബ്രാക്കറ്റിൽ ഞാൻ അഡ്രസ് ഓഫ് കസ്റ്റമർ. ഇപ്പം കസ്റ്റമറിൽ ആ വാല്യൂസ് എല്ലാം ഉണ്ട്. ഇപ്പം അഡ്രസ് ഓഫ് കസ്റ്റമർ അതിൻ്റെ വാല്യൂസ് ആണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ സൈസ് ഓഫ് അക്കൗണ്ടിൻ്റെ സൈസ്. ഓക്കെ, 1 സിംഗിൾ ബ്ലോക്ക് ആയിട്ട് ഫയൽ പോയിന്റർ ആൻഡ് ഇതാണ് ഫയൽ പോയിന്റർ FP കൊടുത്തു. ഓക്കെ, ആ വാല്യൂസ് അതേപോലെ ഒരു ബ്ലോക്ക് ആയിട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. ഏത് ഫയലിലേക്ക്? test.txt ഓക്കെ, ഇനി ഞാൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം. ഓക്കെ, റൈറ്റിങ്ങിനും റീഡിങ്ങിനും കണക്കാക്കി ഞാൻ W+ലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ FCക്ക് യൂസ് ചെയ്ത് ഫയലിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോയി. ഇപ്പം റൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും എൻഡിലായിരിക്കും വന്ന് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകണം റീഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ FCക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്യാണ്. അപ്പോൾ ഏത് ഫയലാണ്? ഫയൽ പോയിന്റർ കൊടുത്തു 0. ഓക്കെ, എത്ര മൂവ് ചെയ്യണം എന്നുള്ളത് എവിടെ നിന്ന്? 0 ഫ്രം ദ ബിഗിനിങ് 0 bytes മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം പോയിന്റർ നമ്മുടെ ബിഗിനിങ്ങിൽ വന്ന് നിന്നു. ഇനി എനിക്ക് റീഡ് ചെയ്യണം. fread യൂസ് ചെയ്ത് കണ്ടന്റ് ഓഫ് ദ ഫയൽ റീഡ് ചെയ്യുക. fread ബ്രാക്കറ്റിൽ ഞാൻ &cust ഇത് ഞാൻ റീഡിങ്ങിന് യൂസ് ചെയ്യുക. &cust പോയിന്റർ. ഓക്കെ, നൗ സൈസ് ഓഫ് അക്കൗണ്ട് ആ സ്ട്രക്ചറിന്റെ സൈസ് സിംഗിൾ ബ്ലോക്ക് ആയി ഫയൽ പോയിന്ററിൽ നിന്ന് FP ഞാൻ ഇവിടെയും കൊടുത്തു. അപ്പോൾ ആ ഫയൽ പോയിന്ററിൽ നിന്ന് ആ പെർട്ടിക്കുലർ സൈസുള്ള ബ്ലോക്കിനെ റീഡ് ചെയ്ത് ഞാൻ കസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ കസ്റ്റിൽ എന്തുണ്ട്? ഞാനിപ്പോൾ സ്റ്റോർ ചെയ്ത ആ വാല്യൂസ് ഉണ്ട്, സ്ട്രക്ചറിന്റെ വാല്യൂസ് ഉണ്ട്. ഞാൻ അതിനെ ഇനി പ്രിന്റ് ചെയ്യുകയാണ്. അക്കൗണ്ട് നമ്പർ cust.account number, അക്കൗണ്ട് ടൈപ്പ് cust.account type, നെയിം cust.name, cust.balance, അങ്ങനെ എല്ലാ വാല്യൂസിനെയും ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി ഫയൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് FP തീർന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചറിനെ റീഡ് ചെയ്തു, അതിൻ്റെ വാല്യൂസ് ആ സ്ട്രക്ചറിനെ ഞാൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്തു, ഫയലിൽ നിന്ന് റീഡ് ചെയ്തു, എന്നിട്ട് ഞാൻ ആ വാല്യൂസിനെ പ്രിന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് freadഉം fwriteഉം യൂസ് ചെയ്തു. ഓക്കെ, ഔട്ട്പുട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ 100 കൊടുക്കുന്നു, കസ്റ്റമറിലേക്ക് 100 വരുന്നു. അക്കൗണ്ട് ടൈപ്പ് A കൊടുത്തു. ഓക്കെ, നെയിം ഞാൻ സുമൻ, ബാലൻസ് 999 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി റൈറ്റ് ചെയ്തു, ഫയലിലേക്ക് റൈറ്റ് ചെയ്തു, ഫസ്റ്റിലേക്ക് മൂവ് ചെയ്തു, ഫയലിൽ നിന്ന് റീഡ് ചെയ്തു. അതിനുശേഷം ആ റീഡ് ചെയ്ത കസ്റ്റിലുള്ള വാല്യൂസിനെ ഇനി പ്രിന്റ് ചെയ്യുകയാണ്. കണ്ടന്റ് ഓഫ് ഫയൽ അക്കൗണ്ട് നമ്പർ cust.account number 100, cust.account type A, cust.name സുമൻ, cust.balance 999. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഞാൻ ഒരു കസ്റ്റമറിന്റെ ഒരു വേരിയബിൾ ആണ് ഞാൻ ഇവിടെ റൈറ്റ് ചെയ്യാനും ഉപയോഗിച്ചത്, റീഡ് ചെയ്യാനും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ചെയ്യാൻ &കസ്റ്റമർ, ഇവിടെ &cust. അതിന് പകരം എനിക്കിപ്പോൾ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് എങ്കിൽ യൂസ് ചെയ്യാം. അതിനകത്ത് കസ്റ്റമർ എന്ന് യൂസ് ചെയ്താൽ മതി. ഒരു ലൂപ്പിന്റെ അകത്തിട്ടിട്ട് റൈറ്റ് ചെയ്താൽ മതി. അപ്പം ബ്ലോക്ക് ആയിട്ട് ഓരോ വാല്യൂസിനെയും റൈറ്റ് ചെയ്യും. സ്ട്രക്ചറിലുള്ള ഓരോ ബ്ലോക്കായിട്ട് റൈറ്റ് ചെയ്യും. ഫസ്റ്റ് സ്ട്രക്ചറിലുള്ള സ്റ്റുഡൻസിന്റെ ആണ്. അപ്പം സ്റ്റുഡന്റ് 0, സ്റ്റുഡന്റ് 1, അങ്ങനെ ഓരോന്നിന്റെയും വാല്യൂസിനെ ബ്ലോക്കായി ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. റീഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ cust of I എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് നമ്മൾ സാധാരണ തന്നെ, അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം അത് ആലോചിക്കുക, ചെയ്തു നോക്കണം. ഓക്കെ, നൗ ടേക്ക് ദ അസൈൻമെന്റ്. Write a program to read the details of n students. കണ്ടോ, n സ്റ്റുഡൻസിനെയാണ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ ഒരാളുടെ കസ്റ്റമറിൻ്റെയാണ് ചെയ്തത്, ഇവിടെ n സ്റ്റുഡൻസിൻ്റെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുമില്ല, അതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ I യൂസ് ചെയ്ത് നമ്മൾ ഫോർ ലൂപ്പിൽ ഡിക്ലെയർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും സ്ട്രക്ചറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു n സ്റ്റുഡൻസിനെയും n വാല്യൂസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിവിടെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അതുപോലെ ഇവിടെ then read details from the file and display them. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനേ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ കേസിൽ റീഡ് ഡീറ്റെയിൽസ് ഫ്രം ഫയൽ ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് റാങ്ക്.
അപ്പം റാങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ റാങ്കിനെ വെച്ച് സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സോർട്ടിങ് അവിടെ വരുന്നുണ്ട്. Then write a program to read the details of n employees. എംപ്ലോയീസിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് സ്റ്റുഡൻസിൻ്റെ പോലെ തന്നെ read the details from the file and display the name of employee who has highest salary. അപ്പം ഇതിൽ നിന്ന് ഹയസ്റ്റ് സാലറി കണ്ടുപിടിച്ചിട്ട് അത് ഏത് എംപ്ലോയി ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. ഓക്കെ.